ഇന്ന് നമ്മൾ ഇവിടെ അകത്ത് ടി വി വെച്ചേക്കും, അതുകൊണ്ട് ഒന്നും കേൾക്കാത്ത. പിന്നെ ഇന്ന് നമ്മൾ ഇറച്ചിയാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്ത് കറിയാമ്പും ഗ്രാമ്പും അതും ഏലച്ചിയും പിന്നെ കറുകപ്പട്ട അതും ഇതുമെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇനിയും നമുക്ക് മസാലകൾ ചേർക്കാം. മസാല ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇറച്ചി മസാല, ഇത് ഇത്രയും ചേർക്കണം. ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഈ കറിയാമ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇട്ടൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം അതിനകത്തോട്ട് ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി അടച്ച് വെക്കാം. അപ്പം നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തേങ്ങാപ്പാലിനകത്ത് ഇത് തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടി ചൂടുവെള്ളം ഞാൻ ഇച്ചിരി ഒഴിച്ച് തേങ്ങാപ്പാലിന് വെച്ചേക്കും, പിഴിഞ്ഞ് ഇറച്ചിക്കകത്ത് ഒഴിക്കും. അപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം നല്ല ഞാൻ തല്ലിപ്പൊത്തി വെച്ച് ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇരുന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നത് കഴിഞ്ഞ് വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളെ ഇറച്ചിയൊന്ന് ഞാൻ ഇച്ചിരി തേങ്ങാക്കൊന്ത് വില്ലിട്ടു, പറത്തി ചേർക്കാം. അത് ചുമ്മാ ശകലമായിരുന്നു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് കിടന്നിതങ്ങ് മൂത്തോളൂ. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വെള്ളം ചേർക്കാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നു. നമ്മുടെ ഇറച്ചി ഒരുവിധം ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, വേവണമല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പം നമ്മൾ വേണ്ട ഇറച്ചി ഒരുവിധം പറ്റാൻ തുടങ്ങി. ഇനി നമുക്കിത് ശരിക്കും ഒന്നുകൂടെ പറ്റിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു ശകലം മസാലയും കൂടെ ചേർക്കാം. നമ്മുടെ ഇറച്ചിയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെയും നമ്മൾ ഒരു ശകലം കോഴി മസാല ഇടും, എന്നിട്ട് തേങ്ങാപ്പാലും ചേർക്കും, ഒന്ന് ചൂടാക്കി ഇനി വാങ്ങും. ലാസ്റ്റ് നമ്മളൊരു ശകലം കോഴി മസാല ചേർക്കും. ഇനി നമുക്ക് അതിട്ടൊന്ന് തിളച്ച് ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, വലിയൊരു മുറി തേങ്ങാപ്പാൽ, ഒരു മുറിയുടെ തേങ്ങാപ്പാൽ ചേർക്കുന്നു. നമ്മളിത് അതിനകത്തോട്ട് ചേർക്കും. ഞാൻ തനിപ്പാലായിട്ടൊന്നും എടുത്തിട്ടില്ല, ഇത് തന്നെ എടുത്തോളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഇറച്ചിയെല്ലാം അങ്ങനെ റെഡിയായി. ഇനി നമ്മളിത് കെടുത്തി വെക്കും. പിന്നെ ഇനി നമ്മൾ കപ്പ കുക്കറിനകത്ത് കുഴയ്ക്കാൻ ഇവിടുത്തെ കപ്പ തന്നെ എടുത്ത് വെച്ചേക്കും. അതിനി ഒരു സീറ്റി അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കപ്പയൊന്ന് കുഴയ്ക്കണം. തേങ്ങയും വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളകും കൂടെ ചതച്ച് അതൊന്ന് കുഴയ്ക്കണം. പിന്നെ